ന്യൂസ് ഡെസ്കിലുണ്ട്. അഭിലാഷ്, ഒരേ സമയം ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ രണ്ടു തരത്തിലാണ്. ഒന്ന്, നയതന്ത്ര തലത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തെളിവുകൾ നിരത്തി ഇന്ത്യ നടത്താൻ ശ്രമിക്കുന്ന ഒരു മേൽക്കൈ. മറ്റൊന്ന്, ആയുധം, യുദ്ധസജ്ജമായ സാഹചര്യങ്ങൾ ഇന്ത്യ അതിർത്തികളിൽ ഒരുക്കിക്കഴിഞ്ഞു. ഇങ്ങനെ പാകിസ്ഥാന് മേൽ അതിസമ്മർദ്ദം ഇന്ത്യ ചെലുത്തുന്നുണ്ട്. ഇതിനിടയിലാണ് പാകിസ്ഥാൻ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ ഉണ്ടാവുന്നത്. എന്താണ് ബിലാവൽ ഭൂട്ടോ പറഞ്ഞത്? അദ്ദേഹം ഇത് പറഞ്ഞ വേദി ഏതായിരുന്നു? സിന്ധു നദീജല കരാർ മരവിപ്പിക്കുമെന്ന് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ നിലപാടെടുത്ത സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ പീപ്പിൾസ് പാർട്ടി നേതാവും പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ബിലാവൽ ഭൂട്ടോ, ബേനസീർ ഭൂട്ടോയുടെ മകനും അതേപോലെ പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയുമായ ബിലാവൽ ഭൂട്ടോ ഇന്ത്യക്കെതിരെ കനത്ത വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. സിന്ധു നദിയും അതിലെ വെള്ളവും പാകിസ്ഥാന് സ്വന്തമാണെന്നും അതിലെ വെള്ളം തടയാൻ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായാൽ ശക്തമായ പ്രത്യാഘാതം ഇന്ത്യ നേരിടേണ്ടി വരുമെന്നുമാണ് ബിലാവൽ ഭൂട്ടോ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ വേദിയിൽ പ്രസംഗിച്ചിരിക്കുന്നത്. അതായത് ഒന്നുകിൽ സിന്ധു നദിയിലെ ജലം ഇവിടെ ഒഴുകും, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തം ഇവിടെ ഒഴുകും എന്നാണ് അയാൾ പ്രസംഗിച്ചിരിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് ബിലാവൽ ഭൂട്ടോ ഇപ്പോൾ പ്രസംഗിച്ചിരിക്കുന്നത്. അതുപോലെ പാക് ഉപപ്രധാനമന്ത്രി മുഹമ്മദ് ഇഷാഖ് ദറും ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെതിരെ നീക്കമുണ്ടായാൽ അതിശക്തമായ പ്രത്യാഘാതം ഇന്ത്യ നേരിടേണ്ടി വരുമെന്നും ഈ അടുത്ത കാലത്തൊന്നും, അതായത് ചരിത്രത്തിൽ ഒരിക്കലും ഇന്ത്യ നേരിടാത്ത തരത്തിലുള്ള തിരിച്ചടി ഇന്ത്യക്ക് നേരിടേണ്ടി വരുമെന്നുമാണ് പാക് ഉപപ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പാക് പ്രതിരോധ മന്ത്രിയും പറഞ്ഞിരിക്കുന്നത്, പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ വെല്ലുവിളി എന്ന് പറയുന്നത് പാകിസ്ഥാൻ പൗരർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇന്ത്യയുടെ ജനം ഒരു തരത്തിലും, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരർ ഒരു തരത്തിലും സമാധാനമായിട്ട് സുരക്ഷയോടെ രാജ്യത്തിരിക്കില്ല എന്നാണ് ഖ്വാജ ആസിഫിന്റെ വെല്ലുവിളി. ഇപ്പോൾ ഈ വെല്ലുവിളികളും ഭീഷണികളും വരുന്ന സാഹചര്യത്തിൽ ഫോറിൻ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസ് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ബോർഡറിൽ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള യാത്ര കർശനമായി നിരോധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനമാണ് ഇന്ത്യ ഇത്തരത്തിൽ പാകിസ്ഥാനിലുള്ളിലെ രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യക്കെതിരെ ഭീഷണി ഉയർത്തുന്നത്. കാരണം സിന്ധു നദിയിലെ വെള്ളമാണ് പൂർണ്ണമായും കാർഷിക മേഖലയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയുള്ള പാകിസ്ഥാന് സിന്ധു നദിയിലെ വെള്ളം വളരെ അത്യാവശ്യമാണ്. ഏതാണ്ട് 23% അവരുടെ GDP-യിൽ ഈ സിന്ധു കൃഷി ആണ് അവരുടെ GDP-യിൽ അവർക്ക് ഏറ്റവും ആശ്രയിക്കുന്നത്. ആ സാഹചര്യത്തിൽ വെള്ളം, സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം പാകിസ്ഥാനിലേക്ക് എത്തിയില്ലെങ്കിൽ അവരുടെ കൃഷി അത് സാരമായി തന്നെ ബാധിക്കും. പിന്നീട് അത് അവർക്ക് അവരുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് ബാധിക്കും. അങ്ങനെ ഉണ്ടായാൽ പാകിസ്ഥാനിലെ ജനങ്ങൾ ഇവർക്കെതിരെ, പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും സർക്കാരിനെതിരെയും തിരിയും. ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാനിലെ ജനങ്ങളുടെ ശ്രദ്ധ ഇന്ത്യയിലെയും ഇന്ത്യൻ നേതാക്കളുടെയും ഇന്ത്യൻ പൗരർക്കെതിരെയും തിരിച്ച് അവർ തടിതർപ്പാൻ ശ്രമിക്കുന്നത്. സൂചിപ്പിച്ച സാഹചര്യം അതാണ്. അതായത് പാകിസ്ഥാൻ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ജനങ്ങളിൽ നിന്നും സർക്കാരിനെതിരെ വലിയൊരു പ്രതിഷേധമുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുള്ള പ്രതിരോധ നീക്കങ്ങൾ ആരംഭിക്കുന്നു എന്നതാണ് സാഹചര്യം. ഇതിനിടയിൽ നമുക്ക് ചില അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയുടെ സുഹൃത്തുക്കളാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ. പ്രശ്നം ഇരു രാജ്യങ്ങളും സംയുക്തമായി ചേർന്ന് പരിഹരിക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് നിലപാടെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. I'm very close to India and I'm very close to Pakistan, as you know. They've had that fight for 1,000 years in Kashmir. Kashmir's been going on for 1,000 years, probably longer than that. And it was a bad one yesterday, though. It was a bad one. Over 30 people. Are you concerned that there's now tensions on the border between them? Are you concerned? How are you concerned about that? Well, there have been tensions on that border for 1,500 years. So, you know, the same as it's been. But they'll get it figured out one way or the other. I'm sure that I know both leaders. There's great tension between Pakistan and India, but there always has been. അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്. ഇത്തരം സാഹചര്യങ്ങൾ പോകുമ്പോൾ ശ്രദ്ധേയമാകുന്ന മറ്റൊരു നീക്കം കൂടി ഉണ്ടാകുന്നു. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് നിലപാട് ഔദ്യോഗികമായി എടുക്കുകയാണ്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ചൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കി തങ്ങളുടെ നിലപാട് അവർ അറിയിക്കുന്നത്. ആരോ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നുഴഞ്ഞു കയറി പോസ്റ്റ് ഇടുകയായിരുന്നു. അങ്ങനെയാണ് തങ്ങൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന തരത്തിലേക്ക് വാർത്ത വന്നത്. ഹാക്കിങ്ങിന് പിന്നിൽ ഇന്ത്യ സർക്കാരാണെന്നുമാണ് TRF അവരുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്.
ഷംന ചേരുന്നു. ഷംന, വളരെ ഒരു പ്രധാനപ്പെട്ട നീക്കമാണ്. കാരണം ഇതുവരെ ഈ റെസിസ്റ്റന്റ് ഫ്രണ്ടിനാണ് ഇക്കാര്യത്തിൽ പങ്ക് എന്നത് അവർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതാണ്. അതായത് പഹൽഗാം സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവർ മുന്നോട്ട് വന്നത്. ഇതിന് പിന്നാലെയാണ് ഈ ആർട്ടിക്കിൾ 370യുടെ പിൻവലിക്കലും അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾക്ക് പിന്നിൽ ആ തീരുമാനമാണ് ഈ സംഘടനയുടെ രൂപീകൃതമായതിൻ്റെ കാരണവും പിന്നീട് അവർ നടത്തിയ നീക്കങ്ങളും ഒക്കെ ചർച്ചയായത്. ഇപ്പോൾ ഈ പിന്നോട്ട് പോക്കിന് പിന്നിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഒരുപക്ഷെ പ്രാദേശികമായി മിലിറ്റൻസിനെതിരെ വലിയ പ്രതിഷേധം കശ്മീരിൽ ഉണ്ടാവുന്നുണ്ടല്ലോ, അത് മുന്നിൽ കണ്ടുകൂടിയാണോ ഇവരുടെ പിന്നോട്ട് പോക്കിനെ കാണാനാവുക? തീർച്ചയായും സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് TRF ഇത് ഔദ്യോഗികമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന തരത്തിൽ പോസ്റ്റ് ചെയ്തത്. ഇതിന്റെ ഉത്തരവാദിത്തം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ആക്രമണം നടന്ന് 4 ദിവസം പിന്നിടുമ്പോൾ ഇന്ത്യ നയതന്ത്ര നീക്കത്തിലടക്കം വലിയ രീതിയിൽ നിലപാട് കടുപ്പിക്കുമ്പോൾ തിരിച്ചടിച്ചു തുടങ്ങുമ്പോൾ തങ്ങൾക്കിതിൽ ഉത്തരവാദിത്തമില്ല. നടന്നത് തങ്ങളുടെ സോഷ്യൽ മീഡിയ നുഴഞ്ഞുകയറ്റം നടത്തി അങ്ങനെയാണ് പോസ്റ്റ് ചെയ്തത്. ഇതിന് പിന്നിൽ ഒരു സൈബർ അറ്റാക്ക് നടന്നിട്ടുണ്ട്, ഇതിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണം, ഒരു വിചിത്രവാദം തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ TRF രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങൾക്കിതിൽ പങ്കില്ല. മണിക്കൂറുകൾക്കകം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവര് ഇന്ത്യയെയും ഇന്ത്യയുടെ സുരക്ഷാ സേനയടക്കമുള്ളവരെ ഞങ്ങൾ ഇതിനു മുന്നിൽ കൊണ്ടുവരും, കൃത്യമായ തെളിവുകളോടെ ഞങ്ങൾ ഇത് കൊണ്ടുവരും, തങ്ങളുടെ ടെലഗ്രാം ചാനൽ വഴി ഇത് പുറത്തുവിടുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ TRF വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ഇന്ത്യക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യ മുൻപും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇത് കാശ്മീരികളുടെ ഒരു മനോഭാവത്തെ തകർക്കാൻ അല്ലെങ്കിൽ കാശ്മീരിലുള്ള തങ്ങളുടെ ചെറുത്തുനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കാവുന്ന തരത്തിൽ അങ്ങനെയുള്ള ഇന്ത്യയുടെ മനഃപൂർവ്വമായ ഒരു ശ്രമമാണ്, ഇന്ത്യ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ TRF വ്യക്തമാക്കുന്നതും. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആക്രമണം നടന്ന് തൊട്ടു പിന്നാലെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നിട്ടും ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന തരത്തിലുള്ള പോസ്റ്റ് ഔദ്യോഗികമായി തന്നെ വന്നിട്ടും 4 ദിവസവും പ്രതികരണം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇന്ത്യ നിലപാട് കടുപ്പിച്ചതോടെ ഈ ഭീകരവാദികളുടെ വീടുകൾ അടക്കം തകർക്കുന്നു, നയതന്ത്ര നീക്കങ്ങളിലടക്കം നീക്കങ്ങൾ കടുപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ശക്തമായ ഒരു നിലപാട് ഇന്ത്യ എടുത്തതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. പക്ഷെ അതേസമയം തന്നെ ഈ മണിക്കൂറുകൾക്കകം ഈ ഉത്തരവാദിത്തപ്പെട്ടവരെ തങ്ങൾ കൊണ്ടുവരും, അത് ഔദ്യോഗികമായി തന്നെ അറിയിക്കുമെന്ന് കൂടി ഈ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ TRF വ്യക്തമാക്കുന്നതനുസരിച്ച് സൈബർ നുഴഞ്ഞുകയറ്റമാണ് നടന്നത്, ഇന്ത്യയുടെ കൃത്യമായ പ്ലാനിംഗ് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. പക്ഷെ അപ്പോൾ ഉയരുന്ന ചോദ്യം, അങ്ങനെയെങ്കിൽ ഈ 4 ദിവസം തങ്ങളുടെ ഔദ്യോഗിക സൈറ്റുകളിൽ അടക്കം ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു പോസ്റ്റ് വന്നപ്പോൾ 4 ദിവസം TRF എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി തന്നെ ഉയരുകയാണ് സജിത്ത്. അതാണ് സാഹചര്യം. എന്തായാലും ഷംന സൂചിപ്പിച്ചതുപോലെ ഈ TRFന്റെ പിന്നോട്ട് പോക്ക് അത് മുമ്പെങ്ങും ഉണ്ടാവാത്ത തരത്തിൽ കശ്മീർ വാലിയിൽ നിന്നും ഈ ടെററിസ്റ്റിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായ സാഹചര്യം അത് മുന്നിൽ കണ്ടുകൂടിയാവാം. കാരണം ആദ്യം സാധാരണ തീവ്രവാദികളുടെ പൊതുനീക്കം അക്രമമുണ്ടായി തൊട്ടു പിന്നാലെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതാണ്. പഹൽഗാമിലും സംഭവിച്ച അതാണ് പിന്നീട് കണ്ടത്. പക്ഷേ ഒടുവിൽ അവർ പിന്നോട്ട് പോയി. പഴി കേൾക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ അവരുടെ അക്കൗണ്ടിൽ തുഴഞ്ഞു കയറി ഇത്തരം നീക്കം നടത്തിയെന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ പിന്നോട്ട് പോക്ക് സ്വാഭാവികമായും അവിടെ പ്രാദേശികമായി ഉണ്ടാകുന്ന നീക്കങ്ങൾ കൂടി കാരണമായി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രതിരോധ നീക്കങ്ങൾ ശക്തമാക്കിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നയതന്ത്ര തലത്തിലും ഒപ്പം പ്രതിരോധ തലത്തിലും ഇന്ത്യയുടെ നീക്കങ്ങൾ അതീവ ശ്രദ്ധേയമാണ്. രാകേഷ് വീണ്ടും ചേരുന്നുണ്ട്. രാകേഷ്, പാകിസ്ഥാനികൾക്ക് രാജ്യത്ത് നിന്നും മടങ്ങിപ്പോവാൻ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വീണ്ടും നിർദ്ദേശം നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്.